അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവന്റെ തുടിപ്പാണ് നമ്മുടെ പൊന്നുമക്കൾ. ആ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തി, അതുപോലെ പഠനത്തിൽ നല്ല മികവുള്ള മക്കളാകണം. സ്കൂളിൽ പോയാലും മദ്രസയിൽ പോയാലൊക്കെ മക്കളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് നമുക്ക്. നമ്മുടെ മക്കള് സ്കൂളിൽ മദ്രസയിൽ പോകുന്നുണ്ട്, എന്നാൽ അവർ പഠനത്തിലും എത്ര പറഞ്ഞാലും എത്ര പഠിപ്പിച്ചാലും ആ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. അതിനുവേണ്ടി ചെറിയ ഒരു ഒറ്റ ആയത്താണ്, ഖുർആനൊന്നും നോക്കണ്ട, നമുക്ക് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ആയത്ത്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഈ ചെറിയ ഒരു ആയത്ത്. കാരണം ഒരു പിതാവ് തൻ്റെ മകനിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ധാരാളം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മകനെല്ലാം അത് മറന്നു പോവുകയാണ്. അങ്ങനെ ആ മകൻ അവിടെ തന്നെ ഉറങ്ങി, ആ ഉപ്പ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. സ്വപ്നത്തിലൂടെ കാണിച്ചു, ഈ ആയത്ത് മകൻ പഠിപ്പിച്ചു കൊടുക്ക്, എന്നാൽ പിന്നെ മകനിക്ക് മറക്കൂല എന്ന്. അങ്ങനെ ഉപ്പ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ്. അതിൻ്റെ മുമ്പ് നമ്മുടെ മക്കള് നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാകണമെങ്കിൽ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് നന്നായി ഉറക്കം കിട്ടണം, നല്ല ആരോഗ്യകരമായ ഉറക്കം. രാത്രിയൊക്കെ നമ്മുടെ മക്കൾ പെട്ടെന്ന് ഉറങ്ങാനുള്ള ഒരു അവസരം നാം ഉണ്ടാക്കണം. മക്കളോട് ഉറങ്ങും മോനെ എന്ന് പറയാതെ നാം ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ മക്കളും ഉറങ്ങും. മക്കൾക്ക് നന്നായി ഉറക്ക് കിട്ടണം. പല വീട്ടിലും മക്കൾക്ക് ഉറക്ക് കിട്ടുന്നില്ല. രാത്രി പല സമയം മൊബൈൽ കണ്ടിങ്ങനെ ഇരിക്കും, ഒരുപാട് രാത്രികൾ സമയം ഇങ്ങനെ. മക്കൾക്ക് ഇതാ നല്ല ഉറക്കം. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, രാത്രിത്തെ ഉറക്ക് അത് പെട്ടെന്നായിരിക്കണം. ഭക്ഷണം അങ്ങനെ ഇശാന്റെ മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ച് പെട്ടെന്നുള്ള വർക്ക്, അത് മക്കൾക്ക് ബുദ്ധിശക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മക്കൾ രാത്രി കുറേ വൈകി ഉറങ്ങി പിന്നെ നേരെ മദ്രസയിലേക്കാണ് മക്കൾ പോകുന്നത്. അവർക്ക് വർക്ക് തന്നെ മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെ മദ്രസയിലെത്തി ഉസ്താദന്മാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മക്കൾ നല്ല ഉറക്കത്തിലായിരിക്കും. ഉസ്താദ് പറയുന്നത് മക്കൾക്കൊന്നും കേൾക്കൂല, അത് മനസ്സിലാവില്ല. മനസ്സിലായി എടുക്കാനും കാരണം മക്കൾക്കുള്ള ഈ വർക്കിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മക്കൾക്ക് ഇതൊക്കെ മനസ്സിലാവുക? അതുകൊണ്ട് മക്കൾക്ക് നന്നായി ഉറക്കം കിട്ടണം. ഉറക്ക് കിട്ടിയില്ല എങ്കിൽ ആ മക്കൾക്ക് പഠനത്തിൽ പിന്നോക്കമായിരിക്കും. നാം ഇന്ന് പറയാൻ പോകുന്ന ഒരു ആയത്ത് ഇത് നമ്മുടെ മക്കളിൽ വലിയ മാറ്റമുണ്ടാക്കും. അതോടൊപ്പം മക്കൾക്ക് പ്രഭാത ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രഭാത ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും, അത് മക്കൾക്ക് പ്രഭാത ഭക്ഷണം അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അത് മക്കൾക്ക് കൃത്യമായ അളവിൽ കിട്ടിയിരിക്കണം. അത് പ്രോട്ടീനും അടങ്ങിയ നല്ല ഭക്ഷണം തന്നെ. ഇലക്കറികൾ, പച്ചക്കറികൾ, കടല, ഇതുപോലത്തെ ഭക്ഷണങ്ങൾ മക്കൾക്ക് രാവിലെ മദ്രസയിൽ പോകുമ്പോൾ നല്ല ഭക്ഷണം അവർ കഴിച്ചു പോകണം. അതിന് മദ്രസയിലേക്ക് വൈകും, അതുപോലെ സ്കൂളിലേക്ക് വൈകുമെന്ന് പറഞ്ഞിട്ട് മക്കൾ ഭക്ഷണം കഴിക്കാതെയാണ് പോകുന്നത്. അത് മക്കൾക്ക് അവർക്കുള്ള ബുദ്ധിശക്തിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് മക്കളുടെ ബുദ്ധിശക്തി വളരാൻ മാതാപിതാക്കൾ നല്ല ഭക്ഷണം, ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അത് മക്കൾക്ക് എല്ലാ ദിവസവും നാം അത് കൊടുക്കണം. ചില മക്കളൊക്കെ സുബഹിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാതെ പോകുന്നവരുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ അരമണിക്കൂറിനുള്ളിലായി അവർക്ക് ഭക്ഷണം അവരുടെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കൾ നന്നായി വെള്ളം കുടിക്കുന്ന സാഹചര്യം മക്കൾക്ക് ഉണ്ടാകണം. നമുക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാമല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 7 വയസ്സിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ. ആരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു? ചെറുപ്രായത്തിൽ തന്നെ ഉമ്മ പ്രസവിക്കുമ്പോൾ തന്നെ ഉപ്പ മരണപ്പെട്ടു. ഉമ്മ വളർത്തിയ കുഞ്ഞാണ്. ഉപ്പ മരണപ്പെട്ടു പോയി. ചെറുപ്രായത്തിൽ തന്നെ മകനിക്ക് വേണ്ട വിദ്യാഭ്യാസം ഉമ്മ തന്നെ വീട്ടിൽ നൽകുകയാണ്. ഏറ്റവും വലിയ പഠനശാല എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. 7 വയസ്സിൽ തന്നെ ആ മകന് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിച്ചു എന്നാണ്. നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ചിലപ്പോൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കാം. എന്നാൽ വർഷത്തിലും അല്ലെങ്കിൽ മാസത്തിലൊരു ഖത്തം പോലും നമ്മുടെ മക്കൾക്ക് ഓതാൻ മക്കൾക്ക് കഴിയുന്നില്ല. കൃത്യമായി ഖുർആൻ നോക്കി തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ മക്കളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു
7 വയസ്സിന് തജ്വീദ് അടക്കമുള്ള വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിക്കുന്നു. നമ്മുടെ മക്കൾ മദ്രസയിൽ ചേർക്കുമ്പോൾ 6, 7, 2ാം ക്ലാസ്, 3ാം ക്ലാസ്സിന് 9 വയസ്സായിരിക്കും. പക്ഷെ ഖുർആൻ കൃത്യമായി നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. അപ്പോൾ സുബ്ഹിക്ക് നമ്മുടെ മക്കൾ മദ്രസയിൽ പോകുമ്പോൾ ആരാണ് ഇമാം ഷാഫി? ഒരു മദ്ഹബിന്റെ ഇമാമാണല്ലോ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ഷാഫി. ഇമാം ഷാഫിയുടെ മേലിൽ ഒരു ഫാത്തിഹ ഓതി മക്കളുടെ തലയിലേക്ക് ഓതുക, അത് വലിയ മാറ്റം ഉണ്ടാക്കും. മിഷ്ഫി എന്ന് പറഞ്ഞ് മക്കളിലേക്ക് ഊതിയാൽ അത് മക്കൾക്ക് നല്ല ഉമ്മ വളർത്തിയ മക്കളാണ്. ഇമാം ഷാഫിയെ പോലത്തെ, ഹൗസുൽ ആദം മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പോലത്തെ ചെറുപ്രായത്തിൽ ഇപ്പം ഇമാം ഷാഫിക്ക് ഷാഫി എന്നുള്ള പേര് വരാൻ കാരണം തന്നെ എന്താണ്? ഇമാം ഷാഫിയുടെ വല്യപ്പമാരിൽപ്പെട്ട ഒരാൾ സ്വഹാബിയാണ്. സ്വഹാബിയുടെ പേരാണ് ഷാഫി. അങ്ങനെ മക്കൾക്ക് നല്ല പേരൊക്കെ ഇടുക വലിയ ഒരു ഇതാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളും ആരാണ് വളർത്തിയത്? ഉമ്മ വളർത്തിയ കുഞ്ഞാണ്. അതുകൊണ്ട് വീട്ടിൽ ഉമ്മ നന്നായാൽ തീർച്ചയായും മക്കൾ നന്നാവും എന്നതിന് ഒരു അടയാളമാണ്. ഉമ്മ വളർത്തി എല്ലാ മക്കളും നന്നായിട്ടുണ്ടോ? ഉപ്പ വളർത്തി എല്ലാ മക്കളും നോക്കൂ. മൂസാ നബിയെ വളർത്തിയത് ഉപ്പയാണ്. മൂസാ നബിയെ വളർത്തിയത് ഉമ്മയാണ്, ആസിയ ബീവി. ഉപ്പയാണെങ്കിൽ വളരെ മോശക്കാരനായ ഫിറഔനാണ്. ഫിറൗന്റെ കൊട്ടാരത്തിനാണല്ലോ വളർന്നത്. ഉപ്പ മോശക്കാരനായത് കൊണ്ട് മൂസാ നബി മോശക്കാരനായില്ലല്ലോ. മൂസാ നബി നബിയായി മാറി. എന്തുകൊണ്ട്? ഉമ്മ വളർത്തുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും അവർ നല്ലവരായിരിക്കും. ഉമ്മ നല്ല സൽസ്വഭാവിയാണെങ്കിൽ, 5 വഖ്ത് നിസ്കാരമുള്ള തഹജ്ജുദുള്ള ഉമ്മ ആണെങ്കിൽ ആ മക്കളും സ്വാലിഹായ മക്കളായിരിക്കും. അപ്പം നാം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒരു ആയത്തിനെ കുറിച്ചാണ്. ഈ ആയത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 11 തവണ പറയാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെറിയ ഒരു ആയത്താണ്. സനുഖ്രിഉക ഫലാ തൻസ എന്നുള്ള ആയത്താണ്. മനഃപ്പാഠം പഠിക്കാനും വളരെ എളുപ്പമാണ്. സനുഖ്രിഉക ഫലാ തൻസ, സനുഖ്രിഉക ഫലാ തൻസ. ശുദ്ധ ഖുർആൻ സൂറത്ത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى. അപ്പോൾ സബ്ബിഹ് ഇസ്മ സൂറത്ത് എടുത്താൽ അവിടെ കാണാം ചെറിയ ഒരു ആയത്താണ്. ആ സബ്ബിഹ് ഇസ്മ സൂറത്തിന്റെ ആ ഒരു ഇടയ്ക്ക് വരുന്ന ഒരു ആയത്താണ് സനുഖ്രിഉക ഫലാ തൻസ ഇല്ലാ മാ ഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ വനുയസ്സിറുക ലിൽയുസ്ര. അങ്ങനെ തുടരുന്നത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു ആയത്താണ് സനുഖ്രിഉക ഫലാ തൻസ എന്നുള്ള ഈ ആയത്ത് 11 തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. മനഃപ്പാഠം ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ പറ്റും. ഇതൊരു അധ്വാനിച്ച് കഷ്ടപ്പെടേണ്ട ഒരു കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ നിങ്ങൾ അക്ഷരശുദ്ധി കിട്ടാൻ വേണ്ടി ഖുർആൻ വേണമെങ്കിൽ നോക്കാം. സനുഖ്രിഉക ഫലാ തൻസ, ഖാഫാണ്. സനുഖ്രിഉക ഫലാ തൻസ എന്ന് 11 തവണ നിസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും. അപ്പോൾ മക്കളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, മക്കളുടെ വർക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അത് കൃത്യമായി മക്കളിലേക്ക് എത്തിയിരിക്കണം. തീർച്ചയായും നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തി അല്ലാഹു നൽകട്ടെ. ഇഹത്തിനും പരത്തിനും നമുക്ക് ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഒരു സ്ഥലത്തും അല്ലാഹു നമ്മുടെ മക്കൾക്ക് പ്രയാസം നൽകാതിരിക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിന. അല്ലാഹു നമ്മുടെ മക്കളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലാ തദുർറഹും, അല്ലാഹു ഒരു സ്ഥലത്തും അവർക്ക് പ്രയാസം നൽകാതിരിക്കട്ടെ. റിസുഖ്നഹും, അവർക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും സന്തോഷം റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയുള്ള സ്വാലിഹായ മക്കളായി മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.